ഇപ്പോഴത്തെ കാലത്തെ ബിസിനസ്സിന് പെട്ടെന്ന് തന്നെ ലീഡ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മെറ്റാഡ്സ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് പലർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു ലീഡ്സ് ഉണ്ടാക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് വലിയ കാര്യമൊന്നുമല്ല. ഇന്ന് ഒട്ടുമിക്ക ബിസിനസ്സും കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുക എന്നതിലുപരി മെറ്റാഡ്സ് വഴി ലീഡ്സ് ജനറേറ്റ് ചെയ്യുക എന്നതിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മെറ്റാഡ്സ് വഴി, ഗൂഗിൾ ആഡ്സ് വഴി ലീഡ് ജനറേഷൻ ചെയ്യുന്നതിനോടൊപ്പം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളിലും എൻഗേജ് ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു റൈറ്റ് കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറഞ്ഞാൽ നിങ്ങളെ കസ്റ്റമേഴ്സിന്റെ പ്രോബ്ലംസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് അതിനനുസരിച്ചുള്ള വാല്യൂ ആയിട്ടുള്ള കോണ്ടന്റുകൾ ഇൻസ്റ്റാഗ്രാം വഴി, മറ്റ് സോഷ്യൽ പ്ലാറ്റ്ഫോം വഴി, വെബ്സൈറ്റ് വഴി എപ്പോഴും ഡെലിവറി ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് നിങ്ങളുടേതായ കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യിപ്പിക്കുക. അതിനോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയസിലും നിങ്ങളുടെ വെബ്സൈറ്റിലെല്ലാം നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽസും റിവ്യൂസും ഇതിൻ്റെ സക്സസ് സ്റ്റോറീസ് എല്ലാം അതിൽ പബ്ലിഷ് ചെയ്ത് നിങ്ങളെ റൈറ്റ് ഓഡിയൻസിനെ പർച്ചേസ് കസ്റ്റമേഴ്സ് ആക്കാൻ നോക്കുക എന്നുള്ളതാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ലീഡ്സുകൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാക്കലല്ല, നിങ്ങളെ റൈറ്റ് കസ്റ്റമേഴ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന സാഹചര്യം നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്.